ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ 2000-ഓളം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഇന്ത്യ നാടുകടത്തി. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് അർഹിച്ച മറുപടി ഇന്ത്യൻ സേന നൽകിയെങ്കിലും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത രാജ്യമാണ് ബംഗ്ലാദേശ്. 1971-ൽ 7000 ഇന്ത്യൻ പട്ടാളത്തുകാരുടെ ജീവൻ ബലി നൽകി ഇന്ത്യൻ സേന സ്വതന്ത്രമാക്കിയ ബംഗ്ലാദേശ് എന്ന രാജ്യം 2025-ൽ പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തോട് ചേർന്ന് ഇന്ത്യക്കെതിരെ നടത്തുന്ന നടപടിയെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. ഉണ്ടച്ചോറിന് നന്ദിയില്ലാത്ത വർഗമെന്ന് പച്ച മലയാളത്തിൽ പറയാവുന്നതാണ് ബംഗ്ലാദേശിന്റെ ഈ പ്രവൃത്തിയെ. ഇന്ത്യ നൽകിയ സഹായങ്ങളെ മറന്ന് മതം മാത്രമാണ് നോക്കിയത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനോട് ഒരിക്കലും മാപ്പ് നൽകാൻ ഇന്ത്യൻ സേന തയ്യാറല്ല. വർഷങ്ങളായി അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തുന്ന ബംഗ്ലാദേശികൾക്ക് വ്യാജ ആധാർ കാർഡ് നൽകി ഇന്ത്യക്കാരാക്കി വളർത്തുന്ന മമതാ ബാനർജിയുടെ രാജ്യദ്രോഹ രാഷ്ട്രീയ കളി ഇനി അവസാനിപ്പിക്കും. അതിന് തുടക്കമിട്ടുകൊണ്ട് ഇന്ത്യയിൽ അനധികൃതമായി തങ്ങിയ 2000-ഓളം ബംഗ്ലാദേശികളെ കണ്ടെത്തി നാടുകടത്തിയിട്ടുണ്ട്. രാജ്യത്തെമ്പാടും നടത്തിവന്ന തിരച്ചിലുകൾക്കും പരിശോധനകൾക്കും ശേഷമാണ് ഇത്രയും കുടിയേറ്റക്കാരെ കണ്ടെത്തി മടക്കി അയച്ചതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര, മേഘാലയ, ആസാം എന്നീ സംസ്ഥാനങ്ങളിലെത്തിച്ചാണ് ഇവരെ ബംഗ്ലാദേശിലേക്ക് തിരികെ അയക്കുന്നത്. ഇതിനു പുറമെ തിരിച്ചുപോകാൻ സ്വയം സന്നദ്ധരായി എത്തിയവരുമുണ്ട്. പോലീസും മറ്റുള്ളവരും കണ്ടെത്തി തിരികെ അയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ആസാം, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിൽ. മതമേതുമാകട്ടെ, ഇന്ത്യക്കാർ അനുഭവിക്കേണ്ട സുഖസൗകര്യങ്ങൾ ബംഗ്ലാദേശികൾക്കും കൂടി നൽകാൻ ഇന്ത്യ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് അനധികൃതമായി തങ്ങുന്ന എല്ലാ ബംഗ്ലാദേശികളെയും പുറത്താക്കണമെന്ന കർശന നിലപാടിലേക്ക് ഇന്ത്യ കടന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത ബംഗ്ലാദേശ് അവരുടെ ആൾക്കാരെ പാകിസ്ഥാനിലോട്ടാണ് അയക്കേണ്ടത്. എന്നാൽ ഈ നടപടി അപലപിച്ചുകൊണ്ട് CPM രംഗത്തെത്തിയിട്ടുണ്ട്.